നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിശോധിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർ ആകുന്ന ജീവനക്കാരുടെ പെൻഷൻ അപേക്ഷ പ്രിസം പോർട്ടൽ മുഖേന എങ്ങനെ സമർപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പ്രിസം പോർട്ടൽ രജിസ്ട്രേഷൻ മുതൽ പ്രിസത്തിൽ നമ്മളുടെ പെൻഷൻ അപേക്ഷ എങ്ങനെ ഇടാം എന്നതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെയാണ് കവർ ചെയ്യുന്നത്. ക്ലാസ് കുറച്ച് ലെങ്തിയാണ്. എല്ലാ ജീവനക്കാരും നമ്മുടെ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ജീവനക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാർ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ നമ്മൾ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ജീവനക്കാരും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമ്മൾ പ്രിസം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ഗൂഗിളിൽ പ്രിസം കേരള PRISM അതാണ് പ്രിസം കേരള എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ തന്നെ ഒരുപാട് ലിങ്കുകൾ നമുക്ക് വരുന്നത് കാണാം. അതിൽ ഏറ്റവും മുകളിലുള്ള പ്രിസം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന ആ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതല്ല എങ്കിൽ നമുക്ക് ആ ഒരു പ്രിസം വെബ്സൈറ്റിൻ്റെ URL നേരിട്ട് എൻ്റർ ചെയ്തും നമുക്ക് ആ ഒരു വെബ്സൈറ്റിലോട്ട് പ്രവേശിക്കാവുന്നതാണ്. prism.kerala.gov.in ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ആ ഒരു പ്രിസം വെബ്സൈറ്റിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു രജിസ്റ്റർ എന്നത് ആ ഒരു ഹോം പേജിൽ കാണാം. അഥവാ അത് അവിടെ ഇല്ല എങ്കിൽ അതൊരു ഇമേജാണ്, അത് മാറി മാറി പോകും. അവിടെ ഇല്ല എങ്കിൽ നമുക്ക് ഏറ്റവും മുകളിൽ മെനുവിൽ ലോഗിൻ എന്നൊരു ഭാഗത്ത് നിന്നും രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ പേജിലോട്ട് പോകാവുന്നതാണ്. ഞാനിപ്പം ലോഗിൻ എന്നതിൽ നിന്നാണ് ആ ഒരു രജിസ്ട്രേഷൻ പേജിലോട്ട് പോയിരിക്കുന്നത്. അതിൽ നമ്മളുടെ യൂസർ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമ്മളുടെ പെൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും ആവശ്യമാണ്. ഇവിടെ നമ്മൾ പ്രിസം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രിസവും സ്പാർക്കുമായി ലിങ്ക് ആയതിനാൽ സ്പാർക്കിലെ ഒട്ടുമിക്ക വിവരങ്ങളും പ്രിസത്തിലേക്ക് തനിയെ തന്നെ വരുന്നതാണ്. ആയതിനാൽ സ്പാർക്ക് ഡേറ്റാബേസിൽ ജീവനക്കാരൻ്റെ ജനന തീയതി, റിട്ടയർമെൻറ്റ് തീയതി, അടിസ്ഥാന ശമ്പളം, ശമ്പള സ്കെയിൽ, തസ്തിക തുടങ്ങിയവയെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തി നമ്മൾ യൂസർ രജിസ്ട്രേഷൻ ചെയ്യുകയാണ്. യൂസർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വിൻഡോയിൽ നമ്മളുടെ ഏത് ജീവനക്കാരനാണോ റിട്ടയർ ചെയ്യുന്നത് ആ ജീവനക്കാരൻ്റെ പെൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തുമാണ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, വിരമിക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് 1 വർഷം തൊട്ട് ഇങ്ങോട്ട് നമുക്ക് പ്രിസം മുഖേന അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പം പരമാവധി നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ പെൻഷൻ അപേക്ഷയെല്ലാം AGന്ന് സാങ്ഷനായി വന്ന് നമുക്ക് കൃത്യമായി തന്നെ നമ്മൾ റിട്ടയർ ചെയ്യുന്ന അടുത്ത ദിവസം തൊട്ട് തന്നെ നമുക്ക് പെൻഷൻ ലഭിക്കുന്ന ആ ഒരു ഇതിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതല്ലാതെ റിട്ടയർ ആകുന്നതിന് തൊട്ട് മുമ്പേ പെൻഷൻ ഇട്ടിട്ട് എനിക്ക് പെൻഷൻ കിട്ടിയില്ല, എനിക്ക് പെൻഷൻ ആനുകൂല്യം കിട്ടിയില്ല എന്ന് പറയുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് നമുക്ക് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് 1 വർഷം തന്നെ വേണമെന്നില്ല, 6 മാസം ആകുമ്പോൾ കൃത്യമായിട്ട് ഇട്ടാൽ തന്നെ നമുക്ക് AGയിൽ നിന്നും കൃത്യം 1 മാസം കൊണ്ട് തന്നെ നിലവിൽ പെൻഷനും മറ്റ് നമുക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളെല്ലാം സാങ്ഷനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ജീവനക്കാരും റിട്ടയർ ആകുന്നതിന് മുന്നോടിയായി ഒരു 6 മാസം മുമ്പെങ്കിലും പ്രിസം മുഖേന പെൻഷൻ അപേക്ഷ ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ജീവനക്കാരൻ്റെ പെൻ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് ആ ഒരു ചെക്ക് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും ആ ഒരു ജീവനക്കാരൻ്റെ സ്പാർക്കിൽ നിന്നുള്ള ഇൻഫോ, അതായത് പേര്, ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, ഡെസിഗ്നേഷൻ തുടങ്ങിയ വിവരങ്ങളൊക്കെ വരുന്നത് കാണാം. അവിടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും ബ്ലാങ്ക് ആണ്. അപ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, വെദർ ദ മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ ഐ ഡി ഈസ് കറക്റ്റ് എന്നൊരു ഇത് കാണാം. ഇവിടെ ഈ ജീവനക്കാരൻ്റെ മൊബൈൽ നമ്പരും മെയിൽ ഐഡിയും അപ്ഡേറ്റ് ചെയ്ത് വരാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് നോ കൊടുക്കുകയാണ്. നോ കൊടുക്കുമ്പോൾ തന്നെ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നും പറഞ്ഞൊരു പോപ്പപ്പ് വരുന്നു. അത് നമ്മൾ ഓക്കെ കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് ഇൻഫോയുടെ താഴെ നമ്മളുടെ ഈ റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരൻ്റെ മൊബൈൽ നമ്പരും മെയിൽ ഐഡിയും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആയതിനു ശേഷം തൊട്ട് താഴെയുള്ള അപ്ഡേറ്റ് എന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കൊരു പോപ്പപ്പ് മെനു വരുന്ന കാണാം, നമുക്ക് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി, ക്ലിക്ക് ജനറേറ്റ് OTP എന്നത്. അത് നമ്മൾ ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ മുമ്പേ കണ്ട ഒരു ഇൻ്റർഫേസ് തന്നെയാണ്, വെദർ ദ മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ ഐ ഡി ഈസ് കറക്റ്റ്. അത് ഡിഫോൾട്ടായിട്ട് യെസ്സിലാണ് കിടക്കുന്നത്. സോ നമ്മൾ ജനറേറ്റ് OTP എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഫോണിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു OTP നമ്മുടെ ഫോണിൽ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു OTP നമ്മളവിടെ എൻ്റർ ചെയ്ത് വാലിഡേറ്റ് എന്ന ആ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും പുതിയൊരു വിൻഡോ ഓപ്പണായി വന്നു. അതിൽ നമ്മളുടെ
പെന്നും ഡേറ്റ് ഓഫ് ബർത്തും ഏറ്റവും മുകളിലായിട്ട് കാണും. അതിനുശേഷം അപ്ഡേറ്റ് പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഫോ എന്ന ഭാഗത്ത് നമ്മുടെ പേരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പേരൻറ്റ് ഓഫീസ്, പേരൻറ്റ് ഡെസിഗ്നേഷൻ എന്നതാണ്. അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അതിന് പകരമായിട്ട് തൊട്ട് മുകളിൽ സെയിം ആസ് സ്പാർക്ക് ഇൻഫോ എന്ന് കിടക്കുന്നുണ്ടോ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ടിക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ ജീവനക്കാരൻ്റെ ഈ വിവരങ്ങളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ഏറ്റവും താഴെ അപ്ഡേറ്റ് അതോറിറ്റി എന്ന ആ ഒരു ഭാഗത്ത് ഈ വ്യക്തി റിട്ടയറിംഗ് എംപ്ലോയി ആണ്. ഈ പ്രസത്തിൽ പല തരത്തിലുള്ള ലോഗിൻ ഉണ്ട്. റിസീവിംഗ് അതോറിറ്റി ഒക്കെ ഉണ്ട്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി ഉണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് യൂസർ, പല ലോഗിൻ ഉണ്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത് പെൻഷൻ അപേക്ഷ ഇടാൻ വേണ്ടി മാത്രമുള്ള ലോഗിനാണ്. അതുകൊണ്ട് നമ്മളവിടെ റിട്ടയറിംഗ് എംപ്ലോയി എന്നതാണ് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം രജിസ്റ്റർ എന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പ്രസത്തിൽ നമ്മൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. നമുക്കൊരു പോപ്പപ്പ് മെസ്സേജ് അവിടെ കാണാൻ കഴിയുന്നതാണ്. യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്. അഡ്മിനിസ്ട്രേറ്റർ വിൽ സെൻഡ് ആൻ SMS ആഫ്റ്റർ വെരിഫിക്കേഷൻ വിച്ച് കണ്ടെയ്ൻസ് യുവർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്നൊരു മെസ്സേജ് നമുക്കവിടെ കാണാൻ കഴിയുന്നതാണ്. അതിൽ നമ്മൾ ആ ഒരു ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും മറ്റൊരു പോപ്പപ്പ് അവിടെ വരുന്നത് കാണാം. കോൺടാക്ട് യുവർ ഡിപ്പാർട്ട്മെൻറ്റ് നോഡൽ ഓഫീസർ ഫോർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്നത്. അതായത് നമുക്കിപ്പോൾ ഇട്ട ആ ഒരു രജിസ്ട്രേഷൻ അപേക്ഷ അഡ്മിനിസ്ട്രേറ്റർ അപ്രൂവ് ചെയ്യുമ്പം തന്നെ നമുക്ക് ഫോണിൽ മെസ്സേജായിട്ട് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും പ്രസം പോർട്ടലിൻ്റെ ലഭിക്കും. ഇൻ കേസ് അഥവാ ലഭിച്ചില്ല എങ്കിൽ നമുക്ക് നമ്മുടെ നോഡൽ ഓഫീസറെ കോൺടാക്റ്റ് ചെയ്തും നമുക്കത് വാങ്ങാൻ കഴിയും. നമ്മുടെ വകുപ്പിലെ നോഡൽ ഓഫീസർ ആരാണെന്ന് നമുക്കറിയുന്നതിനായിട്ട് ഈ ഒരു പ്രിസം പോർട്ടലിൽ തന്നെ നമ്മൾ ഹോം പേജിൽ ഏറ്റവും മുകളിലെ മെനുവിൽ റിസോഴ്സസ് എന്ന് പറയുന്നത് കിടക്കുന്നുണ്ടോ, ആ റിസോഴ്സസിൽ നോഡൽ ഓഫീസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പ്രിസം പോർട്ടലിലുള്ള ഓരോ വകുപ്പിലെയും നോഡൽ ഓഫീസറുടെ പേര്, ഡെസിഗ്നേഷൻ, മൊബൈൽ നമ്പർ എന്നിവ നമുക്ക് അവിടുന്ന് ലഭിക്കുന്നതാണ്. ഈ വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വകുപ്പിലെ നോഡൽ ഓഫീസർ ആരാണോ ആ ഒരു വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവർ നമ്മളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മളുടെ പെന്നായിരിക്കും, പാസ്വേഡും അവർ അയച്ച് തരുന്നതായിരിക്കും. ആ ഒരു വ്യക്തി നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. അത് വെച്ച് നമുക്ക് പ്രിസം പോർട്ടലിൽ ലോഗിൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു ജീവനക്കാരൻ്റെ യൂസർ ഐഡിയും പാസ്വേഡും ലഭിച്ചിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ പ്രിസം പോർട്ടലിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ പ്രിസം കേരള ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് കുറേ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തുള്ള ലോഗിൻ പ്രിസം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നേരിട്ട് തന്നെ ലോഗിൻ പേജിലോട്ടാണ് പോകുന്നത്. അതല്ല എങ്കിൽ നമ്മൾ പ്രിസത്തിൻ്റെ ആ ഒരു URL അടിച്ച് ഏറ്റവും മുകളിൽ നിന്ന് ലോഗിൻ എന്ന ഒരു ഭാഗത്ത് നിന്നും നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ യൂസർ നെയിം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ പെൻ നമ്പർ തന്നെയാണ്. അതിനുശേഷം പാസ്വേഡ്, അതായത് നമുക്ക് നോഡൽ ഓഫീസർ നൽകിയ പാസ്വേഡ്, അതല്ലെങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പറിലോട്ട് പ്രസത്തിൽ നിന്ന് വന്ന ആ ഒരു പാസ്വേഡ് നമ്മളവിടെ എൻ്റർ ചെയ്ത് തൊട്ട് താഴെയുള്ള ആ ഒരു ക്യാപ്ചയെ കൂടി നമ്മൾ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും പ്രിസം പോർട്ടലിൻ്റെ ആ ഒരു ഹോം പേജിലോട്ട്, ലോഗിൻ പേജിൻ്റെ ഹോം പേജിലോട്ട് നമ്മൾ പ്രവേശിക്കുന്നതാണ്. നമ്മൾ ലോഗിൻ പ്രവേശിക്കുമ്പോൾ തന്നെ ആ ഒരു മുകളിലൊരു പോപ്പപ്പ് വരും, യുവർ പാസ്വേഡ് ഈസ് ടു വീക്ക്, പ്ലീസ് ചൂസ് എ സ്ട്രോങ്ങർ പാസ്വേഡ് എന്നും പറഞ്ഞ്. അപ്പം അതായത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ അഡ്മിനിസ്ട്രേറ്റർ അനുവദിച്ച പാസ്വേഡ് മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ കറണ്ട് പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ നമുക്ക് നൽകിയ ആ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ന്യൂ പാസ്വേഡ് ഇടാൻ കുറച്ച് നിബന്ധനകളുണ്ട്. അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ആ ഒരു ന്യൂ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ പാസ്വേഡ് എന്ന് പറയുന്നത് ഒരു 8 ക്യാരക്ടറെങ്കിലും മിനിമം വേണം. അതുപോലെ തന്നെ അതിനകത്ത് ഒരു അപ്പർ കേസ്, ഒരു ലോവർ കേസ്, ഒരു ഡിജിറ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. അത് നമുക്ക് ആ ഒരു താഴ്ഭാഗത്ത് നോക്കുമ്പം കാണാൻ കഴിയുന്നതാണ് ഏതൊക്കെ സ്പെഷ്യൽ ക്യാരക്ടറാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നുള്ളത്. ആ രീതിയിലായിരിക്കണം നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആ ഒരു ന്യൂ പാസ്വേഡ് എന്ന ഭാഗത്ത് അത് എൻ്റർ ചെയ്യുന്നു. കൺഫേം പാസ്വേഡ് എന്നതിൽ വീണ്ടും ഒന്നുകൂടി നമ്മൾ പുതുതായിട്ടിട്ട പാസ്വേഡ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി പാസ്വേഡ് ചേഞ്ചഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് നമുക്ക് തരുന്നതാണ്. നമ്മൾ ഇനി ഡേറ്റ എൻട്രി വരുത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുകയും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ കയ്യിൽ സൂക്ഷിക്കുകയും വേണം. അതായത് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുക. നമ്മളുടെ റേഷൻ കാർഡ്, ആധാർ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മളുടെ ബേസിക് പേ എത്രയാണ്, നിലവിൽ എത്ര ശതമാനം DA ഉണ്ട് തുടങ്ങിയ മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക. അതിനുശേഷം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ, അവരുടെ ആധാർ നമ്പർ
തുടങ്ങിയ വിവരങ്ങളും നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പെൻഷനാകാൻ പോകുന്ന ജീവനക്കാരൻ്റെ ഒരു ഫോട്ടോ, നിലവിലെ ഒരു ഫോട്ടോ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തത്, അതേപോലെ തന്നെ ജോയിന്റ് ഫോട്ടോഗ്രാഫ് പങ്കാളിയോടൊപ്പം എടുത്ത ഒരു ജോയിന്റ് ഫോട്ടോഗ്രാഫ്, അതേപോലെ തന്നെ ഒരു സ്പെസിമെൻ സിഗ്നേച്ചർ, അതായത് ഒരു വെള്ള പേപ്പറിൽ കറുത്ത പേന കൊണ്ടെഴുതി 3 ഒപ്പിട്ട് അതും സ്കാൻ ചെയ്ത് ഒരു സ്പെസിമെൻ സിഗ്നേച്ചറും നമ്മൾ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ആപ്ലിക്കേഷൻ ഇടാതിരിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്കൊരു ഈ ആപ്ലിക്കേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ നേരെ ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു പെൻഷൻ ഇ ഫയലിംഗ് എന്ന് കണ്ട ആ ഒരു ചുവന്ന അക്ഷരത്തിൽ കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു പെൻഷൻ അപേക്ഷ ഇടേണ്ട ആ ഒരു പേജിലോട്ട് പോകുന്നതാണ്. ഈ ഒരു പേജിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രീ ഫിൽഡ് ആയിരിക്കും. സ്പാർക്കിൽ നിന്നുള്ള ഡാറ്റാബേസിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തോട്ട് ഒട്ടുമിക്ക കാര്യങ്ങളും പ്രീ ഫിൽഡ് ആയിട്ട് തന്നെ വരുന്നതാണ്. ഇതിനകത്തിപ്പം ആദ്യത്തെ ഒരു ഭാഗത്ത് നമ്മൾ ഡേറ്റ് ഓഫ് സൂപ്പറാനുവേഷൻ മാത്രം നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാകും. ബാക്കി നമ്മളുടെ എല്ലാ വിവരങ്ങളും പെന്ന്, പേര്, പ്രസൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രസൻറ്റ് ഓഫീസ്, ഡെസിഗ്നേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മളുടെ ഹൈറ്റ്, സ്കെയിൽ ഓഫ് പേ, എല്ലാ വിവരങ്ങളും നമുക്ക് ഇതിനകത്ത് സ്പാർക്കിൽ നിന്നും പ്രീ ഫിൽഡായിട്ട് വരുന്നതാണ്. അപ്പം ആദ്യത്തെ ഒരു ഭാഗത്ത് ഡേറ്റ് ഓഫ് സൂപ്പറാനുവേഷൻ മാത്രം നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താഴോട്ട് വന്ന് നമ്മളുടെ ജെൻഡറൊക്കെ അവിടെ പ്രീ ഫിൽഡാന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സ് എന്നൊരു ഭാഗത്ത് നമ്മളുടെ സ്പാർക്കിലുള്ള അഡ്രസ്സാണ് അവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നമുക്കവിടെ തിരുത്തി കൊടുക്കാവുന്നതാണ്. ഈ വ്യക്തിയുടേത് സ്പാർക്കിൽ അഡ്രസ്സിൽ കറക്ഷൻ ഉണ്ടായിരുന്നു, പണ്ടത്തെ അഡ്രസ്സായിരുന്നു. അതുകൊണ്ട് നമുക്കതവിടെ തിരുത്തേണ്ടതായിട്ട് വരും. അത് നമ്മളവിടെ തിരുത്തി പുതിയ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു പെർമനൻ്റ് അഡ്രസ്സ് എന്ന ഭാഗത്ത് നമ്മൾ ഈ ജീവനക്കാരൻ്റെ ഇമെയിൽ ഐഡി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ ലാൻഡ് ഫോണും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി പ്രസൻറ്റ് അഡ്രസ്സ് എന്നൊരു ഭാഗത്ത് പോകുകയാണെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ സ്പാർക്കിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളാണ് അവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നത്. അതിലും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, അതായത് മുമ്പത്തെ അഡ്രസ്സാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമ്മൾ തിരുത്തി കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഫോൺ നമ്പർ അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഈ ജീവനക്കാരൻ്റെ മൊബൈൽ നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ അതും നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഒരു ഭാഗത്ത് നമ്മളുടെ പേരൻ്റ് ഡിപ്പാർട്ട്മെൻറ്റും പേരൻ്റ് ഓഫീസും പേരൻ്റ് ഡെസിഗ്നേഷനൊക്കെ പ്രീ ഫിൽഡായിട്ട് വരുന്നത് കാണാം. ആ ഒരു ഭാഗത്ത് നമ്മളുടെ അപ്പോയിൻമെൻറ്റ് ഇൻ പേരൻ്റ് ഡിപ്പാർട്ട്മെൻറ്റും പാൻ നമ്പരും ആധാർ നമ്പരുമാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ആദ്യം നമ്മൾ അപ്പോയിൻമെൻറ്റ് ഇൻ പേരൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണോ നമ്മൾ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നത് ആ ഒരു തീയതിയാണ് അവിടെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അടുത്ത ആ ഒരു ഭാഗത്ത് ഈ ജീവനക്കാരൻ്റെ പാന്, പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, ആ ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു മൂന്നാമത്തെ ആ ഒരു ഭാഗത്ത് ആധാർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ റിസീവിങ് എനി അതർ പെൻഷൻ, മറ്റെന്തെങ്കിലും പെൻഷൻ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കുക. ഇവിടെ ഈ വ്യക്തി മറ്റൊരു പെൻഷനും വാങ്ങുന്നില്ല. അതുകൊണ്ട് നമ്മളവിടെ നോ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ അടുത്തൊരു ഇത് കാണാം, എനി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രൊസീഡിങ്സ് പെൻഡിങ്, എന്തെങ്കിലും അച്ചടക്ക നടപടികൾ പെൻഡിങ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ യെസ് കൊടുക്കുക. ഇല്ല എങ്കിൽ നമ്മൾ അവിടെ നോ കൊടുത്താൽ മതിയാകും. ഇനി നമ്മൾ ഈ ഒരു പേജിൽ എൻ്റർ ചെയ്ത വിവരങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. കാര്യം ഈ ഒരു പേജിൽ എന്തെങ്കിലും തിരുത്തലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ റിസീവിങ് അതോറിറ്റിക്ക് തിരുത്തുവാൻ കഴിയത്തില്ല. പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിക്ക് അതിലൊന്നും കറക്ഷൻ വരുത്തുവാൻ കഴിയത്തില്ല. അപേക്ഷ തിരിച്ച് നമുക്ക് വീണ്ടും റിട്ടേൺ ചെയ്ത് നമ്മൾ തന്നെ തിരുത്തേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു പേജിൽ എൻ്റർ ചെയ്തിരിക്കുന്ന വിവരങ്ങളൊക്കെ കൃത്യമാണോ എന്ന് നമ്മൾ ഒന്നുകൂടി ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ ഏറ്റവും താഴെഭാഗത്തുള്ള ആ ഒരു പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു പേജിൽ നിന്നും അടുത്ത രണ്ടാമത്തെ പേജിലോട്ട് പോകുകയാണ്. ഈ ഒരു പേജിൽ വിരമിക്കുന്ന ജീവനക്കാരൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും വിവിധ നോമിനേഷനുകളെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് ചേർക്കുന്നത്. ജീവിത പങ്കാളിയുടെയും നോമിനികളുടെയും പൂർണ്ണമായ പേര്, ജനനതീയതി, പിൻകോഡ് സഹിതമുള്ള മേൽവിലാസം, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ തുടങ്ങിയവയെല്ലാം തന്നെ നമ്മൾ ആദ്യമേ കയ്യിൽ കരുതിയിരിക്കണം. അതിനുശേഷം ഡേറ്റ എൻട്രി ആരംഭിച്ചാൽ മതിയാകും. അതാകുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് ഈ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാവും. ഈ ഒരു പേജിൽ 4 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഫാമിലി പെൻഷനർ ഇൻഫോ, 2 നോമിനേഷൻ ഫോർ ലൈഫ് ടൈം അരിയേഴ്സ്, 3 നോമിനേഷൻ ഫോർ DCRG, അടുത്തത് 4-മത്തത് നോമിനേഷൻ ഫോർ കമ്മ്യൂട്ടേഷൻ. ഈ ഓരോ ഭാഗങ്ങൾ നമ്മളെങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് ഫാമിലി പെൻഷനേഴ്സ് ഇൻഫോ ആണ്.
ഈ ഒരു ഭാഗത്ത് ഫാമിലി പെൻഷൻ ലഭിക്കേണ്ട വ്യക്തിയുടെ വിവരങ്ങളാണ് നമ്മൾ ചേർക്കേണ്ടത്. അതായത് നമ്മുടെ ജീവിത പങ്കാളിയുടെ വ്യക്തി വിവരങ്ങളാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം ആഡ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നെയിം എന്ന ഭാഗത്ത് നമ്മുടെ ജീവിത പങ്കാളിയുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതല്ലെങ്കിൽ ഫാമിലി പെൻഷൻ ആർക്കാണോ ലഭിക്കേണ്ടത്. അതിനുശേഷം റിലേഷൻഷിപ്പ് എന്താണോ ഇവിടെ ഹസ്ബൻഡാണ്, അതുകൊണ്ട് അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അടുത്ത മൂന്നാമത്തെ കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഈ വ്യക്തിയുടെ ജനനത്തീയതി എൻ്റർ ചെയ്യുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് അഡ്രസ്സ് എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ റിട്ടയർ ആകുന്ന വ്യക്തിയുടെയും ഈ നോമിനേഷനുള്ള വ്യക്തിയുടെയും അഡ്രസ്സ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് കൊടുക്കുകയാണ്. ആ ഒരു ചെക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു അഡ്രസ്സ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴോട്ട് വന്ന് നമ്മളിപ്പം എൻ്റർ ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ ഇമെയിൽ ഐഡി, അതുപോലെ തന്നെ ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതവിടെ എൻ്റർ ചെയ്യുക. ഇല്ല എങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ അടുത്തത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു തൊട്ട് താഴോട്ട് വന്നു. വെദർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണോ എന്നുള്ളത് അത് ഉചിതമായ ഒരു കോളം സെലക്ട് ചെയ്യുക. ഇവിടെ നോ ആയതുകൊണ്ട് നോ കൊടുക്കുന്നു. അതിന് തൊട്ട് വലതുവശത്തുള്ള ആധാർ നമ്പർ എന്ന ഭാഗത്ത് ഈ ഒരു വ്യക്തിയുടെ ആധാറും നമ്മൾ എൻ്റർ ചെയ്ത് നമ്മൾ തൊട്ട് താഴെയുള്ള സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു ഭാഗം സേവ് ആവുന്നതാണ്. നമ്മളിപ്പം എൻ്റർ ചെയ്ത വിവരങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അതിലെന്തെങ്കിലും തെറ്റുകളുണ്ട് അത് തിരുത്തണമെങ്കിലോ നമുക്ക് ആ ഒരു ഡിലീറ്റ് ഓപ്ഷൻ അതല്ലെങ്കിൽ വ്യൂ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ അടുത്ത എൻ്റർ ചെയ്യുന്നത് നോമിനേഷൻ ഫോർ ലൈഫ് ടൈം അരിയേഴ്സ് LTA ആണ് എൻ്റർ ചെയ്യുന്നത്. അതായത് ജീവനക്കാരൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കാലയളവിൽ പെൻഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ അത് പിന്നീട് നോമിനിക്ക് ലൈഫ് ടൈം അരിയറായി ക്ലെയിം ചെയ്യാവുന്നതാണ്. അതിൻ്റെ നോമിനേഷനാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇതിനായിട്ട് നമ്മൾ ആദ്യം ആ ഒരു ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് താഴോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് കാണാം. അതിൽ നോമിനി ബാർ ബെനിഫിഷ്യറി എന്ന ഒരു ഭാഗത്ത് LTA നോമിനിയാണ് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ വ്യക്തിയിടത്തിൽ അതാണ് ബാധകമായതുകൊണ്ട് നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നോമിനി നെയിം എന്ന ഭാഗത്ത് ഈ വ്യക്തി നിർദ്ദേശിച്ചിരിക്കുന്ന നോമിനി ആരാണോ ആ വ്യക്തിയുടെ പേര് എൻ്റർ ചെയ്യുന്നു. ആ ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ എൻ്റർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ തൊട്ട് താഴത്തെ ഭാഗത്ത് റിലേഷൻഷിപ്പ് ഈ വ്യക്തിയുടെ ഹസ്ബൻഡാണിത്. അപ്പോൾ നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ എൻ്റർ ചെയ്യുന്നു. അതിനൊക്കെ തന്നെ ഇതിനകത്ത് ഷെയർ എത്ര ഷെയർ അത് എമൗണ്ട് ഉണ്ട്, ഫ്രാക്ഷൻ ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്. ഡിഫോൾട്ടായിട്ട് അവിടെ പെർസെൻറ്റേജ് ആണ് വരുന്നത്. അത് നമ്മൾ അതേ കണക്ക് തന്നെ ഇടുന്നു. അതിനുശേഷം വന്ന് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഒരു നോമിനിയെ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളവിടെ 100 കൊടുക്കുകയാണ്. തൊട്ട് താഴോട്ട് വന്ന് ഈ വ്യക്തിയുടെ ആധാർ എൻ്റർ ചെയ്ത് അഡ്രസ്സ് രണ്ടും ഈ 2 വ്യക്തികളുടെ അഡ്രസ്സ് അതായത് പെൻഷനാകുന്ന വ്യക്തിയുടെയും ഈ നോമിനിയുടെ അഡ്രസ്സ് ഒന്നായതുകൊണ്ട് ഞാനൊരു സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സിൽ ആ ഒരു ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് അതേ അഡ്രസ്സ് തന്നെ ഇവിടെ കൊണ്ടുവരികയാണ്. അതിനുശേഷം ഞാൻ ആ തൊട്ട് താഴെയുള്ള ആ ഒരു സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ആക്കുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ നോമിനി ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം കൊടുത്തുകൊണ്ടാണ് ആ ഷെയർ പെർസെൻറ്റേജ് 100 കൊടുത്തത്. ഇപ്പോൾ 2 വ്യക്തിയെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് പുതിയൊരു വ്യക്തിയെ കൂടി നമുക്ക് നോമിനേഷനായിട്ട് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നോമിനേഷൻ ഫോർ ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി അതായത് DCRG ആണ്. ഇതിൻ്റെ നോമിനേഷൻ ആഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആ ഒരു ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നോമിനി ബാർ ബെനിഫിഷ്യറി എന്ന ഒരു ഭാഗത്ത് DCRG നോമിനി എന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആരാണോ നോമിനി അവരുടെ പേര് തൊട്ട് വലതുവശത്തായിട്ട് ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് പെൻഷനാകുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണോ അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഷെയർ എന്ന ഭാഗത്ത് പെർസെൻറ്റേജിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ 100% കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഒരു നോമിനി ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്ത് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുകയാണ്. ഇവിടെയും ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് ഒന്നിൽ കൂടുതൽ നോമിനിയെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഷെയറിൽ വ്യത്യാസം വരുത്തിയാൽ മതിയാകും. ഇനി അടുത്തത് നോമിനേഷൻ ഫോർ കമ്മ്യൂട്ടേഷൻ ആണ്. ആ ഒരു നോമിനിയുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യാനായിട്ട് നമ്മളൊരു ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോമിനി ബാർ ബെനിഫിഷ്യറി എന്നിടത്ത് കമ്മ്യൂട്ടേഷൻ നോമിനി സെലക്ട് ചെയ്തു. നോമിനി നെയിം എന്ന ഭാഗത്ത് നോമിനിയുടെ പേര് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ആ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്ന ഭാഗത്ത് ഈ റിട്ടയർ ആവുന്ന വ്യക്തിയുമായുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എൻ്റർ ചെയ്ത് ഷെയർ എന്ന ഭാഗത്ത് പെർസെൻറ്റേജാണ് കിടക്കുന്നത്. അത് എത്ര ശതമാനമാണോ ഈ വ്യക്തിക്ക് നമ്മൾ നോമിനിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 100%. അത് നമ്മൾ 100% തന്നെ സെലക്ട് ചെയ്യുന്നു. ഒന്നിൽ കൂടുതൽ നോമിനി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെർസെൻറ്റേജിൽ നമ്മൾ മാറ്റം വരുത്തുക. അതിനുശേഷം ആധാർ നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു.
ഈ നോമിനിയുടെയും റിട്ടയർ ആവുന്ന വ്യക്തിയുടെയും അഡ്രസ്സ് രണ്ടും സെയിം ആയതുകൊണ്ട് ഞാൻ സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് കൊടുത്തു. അതേ പ്രസൻറ്റ് അഡ്രസ്സ് തന്നെ അവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം ആ ഒരു സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു നോമിനേഷൻ നമ്മൾ സേവ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പേജിലുള്ള എല്ലാ നോമിനേഷൻ വിവരങ്ങളും നമ്മൾ സേവ് ആക്കിയിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും നമ്മൾ വന്നിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. എല്ലാം പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ ഒരു പ്രൊസീഡ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ ഏതെങ്കിലും നോമിനേഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് ആ ഒരു അതാത് നോമിനേഷൻ ഹെഡിൻ്റെ കീഴിലുള്ള ഡിലീറ്റ് അല്ലെങ്കിൽ വ്യൂ എഡിറ്റിൽ കൊടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യുകയോ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കുകയോ അല്ലെങ്കിൽ ഡിലീറ്റ് കൊടുത്ത് നോമിനെ ഡിലീറ്റ് ചെയ്ത് പുതിയ ആളെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാ വിവരങ്ങളും നമ്മൾ കൃത്യമാണെന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തി അതിനുശേഷം ആ ഒരു പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ മൂന്നാമത്തെ ആ ഒരു പേജിലോട്ട് പോകുന്നതാണ്. അവിടെയാണ് നമ്മളുടെ ഫോട്ടോഗ്രാഫ്, ജോയിൻ ഫോട്ടോഗ്രാഫ്, സ്പെസിമെൻ സിഗ്നേച്ചർ എന്നിവ നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ നമ്മളുടെ സിംഗിൾ ഫോട്ടോഗ്രാഫിൽ നമ്മളെ സ്പാർക്കിൽ നിന്നുള്ള ഫോട്ടോ അവിടെ വരുന്നതായിരിക്കും. അതിലെന്തെങ്കിലും ചിലപ്പം പലരും സ്പാർക്കിൽ പഴയ ഫോട്ടോ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ വേണമെങ്കിൽ അവിടെ ആ ഒരു ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഈ വ്യക്തിയുടേത് കുഴപ്പമില്ല. പുതിയ ഫോട്ടോ നമ്മൾ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി ഫോട്ടോ മാറ്റണമെങ്കിൽ അത് നമുക്ക് അവിടുന്ന് മാറ്റാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത ഈ സ്പെസിമെൻ സിഗ്നേച്ചർ ആഡ് ചെയ്യുകയാണ്. അത് നമ്മൾ പറഞ്ഞു നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ ഒരു ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും സ്കാൻ ചെയ്ത് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്തു. ആ ഒരു ഫോട്ടോ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് വന്നു. അത് വലതുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ ആ ഒരു അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് അവിടെ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്തത് ജോയിൻ ഫോട്ടോഗ്രാഫാണ്. അതും നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തേക്കുന്നത് ചൂസ് ഫയലിൽ വെച്ച് നമ്മളത് ലൊക്കേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. വീണ്ടും ആ ഒരു അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മളെ എല്ലാ ഫോട്ടോസും അവിടെ അപ്ലോഡ് ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി തൊട്ട് താഴെ റേഷൻ കാർഡ് നമ്പർ ഓഫ് ഫാമിലിയാണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് ഇവരുടെ ഈ ഒരു വ്യക്തിയുടെ റേഷൻ കാർഡ് നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം കമ്മ്യൂട്ടേഷൻ ഈ വ്യക്തിക്ക് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഈ വ്യക്തിക്ക് പെൻഷൻ കമ്മ്യൂട്ടേഷൻ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു യെസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം തൊട്ട് വലതുവശത്തുള്ളതിൽ ആ ഒരു പെർസെൻറ്റേജാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ ഒരു പെർസെൻറ്റേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് വലതുവശത്തുള്ള ആ ഒരു പെർസെൻറ്റേജിൽ വീണ്ടും നമ്മൾ ആ ഒരു ക്ലിക്ക് ചെയ്ത ആ ഡ്രോപ്പ് ഡൗണിൽ 0 മുതൽ 50 വരെ നമുക്ക് അവിടുന്ന് കാണാൻ കഴിയുന്നതാണ്. അതിൽ നിന്ന് നമ്മൾ 40 സെലക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് 40% വരെ നമുക്ക് പരമാവധി കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളവിടുന്ന് 40 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ട്രഷറി ഫോർ പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് നമ്മൾ ഏത് ട്രസ്റ്റിൽ നിന്നാണോ പെൻഷൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ട്രഷറിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതും നമ്മൾ ഉചിതമായ ട്രഷറി സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കുന്നതോടുകൂടി നമ്മൾ 4ാമത്തെ പേജിലോട്ട് പോകുന്നതാണ്. ആ ഒരു പേജിൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് വിവരങ്ങളാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ ഒരു സ്ത്രീ ജീവനക്കാരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഭർത്താവിൻ്റെ വിവരങ്ങളും പുരുഷ ജീവനക്കാരനാണെങ്കിൽ ആ വ്യക്തിയുടെ ഭാര്യയുടെ വിവരങ്ങൾ നമുക്കവിടെ ഉൾപ്പെടുത്തുവാൻ കഴിയും. അതിനോടൊപ്പം തന്നെ 25 വയസ്സിൽ താഴെയുള്ള ആൺമക്കളുടെ വിവരങ്ങൾ, 25 വയസ്സിൽ താഴെയുള്ള അവിവാഹിതരായ പെൺമക്കളുടെ വിവരങ്ങൾ, അതുപോലെ തന്നെ ലീഗലി നമ്മൾ അഡോപ്റ്റ് ചെയ്ത റിട്ടയർമെൻറ്റിന് മുമ്പ് ലീഗലി അഡോപ്റ്റ് ചെയ്ത മക്കളുടെ വിവരങ്ങളും ഈ ഒരു ഏജ് കാറ്റഗറിയിൽ വരുന്ന നമുക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ഈ ഒരു വ്യക്തിയുടെ കേസിൽ നമ്മൾ ഭർത്താവിൻ്റെ വിവരങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. അതിനായിട്ട് ആ ഒരു ഫാമിലി മെമ്പേഴ്സ് എന്നതിന് താഴെയുള്ള ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നെയിം ഓഫ് ദ ഫാമിലി മെമ്പർ എന്ന ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു ഫാമിലി മെമ്പറിൻ്റെ പേര് എൻ്റർ ചെയ്ത് ആ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടുത്ത കോളത്തിൽ എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം റിലേഷൻഷിപ്പ് വിത്ത് ദ എംപ്ലോയി എന്നൊരു ഭാഗത്ത് ഹസ്ബൻഡ് എന്ന് സെലക്ട് ചെയ്തു. അതിൻ്റെ തൊട്ട് താഴെയുള്ള വെദർ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നൊരു ഭാഗത്ത് നമ്മൾ നോയാണ് സെലക്ട് ചെയ്യുന്നത്. നോ ആയതുകൊണ്ട് നോ സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം തൊട്ട് താഴെയുള്ള ആധാർ എന്ന ഭാഗത്തും നമ്മൾ ആ ഒരു വ്യക്തിയുടെ ഫാമിലി മെമ്പറിൻ്റെ ആധാർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുക്കുന്നതോടെ ആ ഒരു വിവരങ്ങൾ സേവ് ആകുന്നതാണ്. കൂടുതൽ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ തെറ്റായിട്ട് ആഡ് ചെയ്ത ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിനെ ഡിലീറ്റ് ചെയ്യാൻ, അതായത് 25 വയസ്സിന് മുകളിലുള്ള നമ്മളുടെ മക്കളുടെ വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനും നമുക്ക് സാധിക്കുന്നതാണ്.
ആയതിനു ശേഷം പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അടുത്ത പേജിലോട്ട് പോകുന്നതാണ്. അതായത് 5-ാമത്തെ പേജിലോട്ട് പോകുന്നതാണ്. ഈ ഒരു പേജിൽ നമ്മളുടെ ലോണ് അഡ്വാൻസ് വിവരങ്ങളാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. വിരമിക്കുന്ന ജീവനക്കാരൻ എടുത്തിട്ടുള്ള ഏതെങ്കിലും ലോണുകളോ അഡ്വാൻസുകളോ തിരിച്ചടവ് ബാക്കിയുണ്ടെങ്കിൽ നമ്മളിവിടെ കാണിക്കേണ്ടതാണ്. ഇതിനകത്തുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്, മോട്ടോർ കൺവെയൻസ് അഡ്വാൻസ്, പേഴ്സണൽ കൺവെയൻസ് അഡ്വാൻസ്, ഇനി വേറെ ഏതെങ്കിലും കൺവെയൻസ് അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ലോണ്. ഈ ഒരു വിവരങ്ങളാണ് ഇതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ, അതായത് തിരിച്ചടവ് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്തു. അതിൻ്റെ സ്റ്റാറ്റസ് എന്ന ഒരു ഭാഗത്ത് എന്താണെന്ന് വെച്ചാൽ ഉചിതമായ ഇത് നമ്മൾ സെലക്ട് ചെയ്യുക. ലൈവാണ്. ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ നമ്മളിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റിക്കവറി നടക്കുന്നു. എന്താണോ അത് നമ്മൾ എൻ്റർ ചെയ്യുക. എത്രയാണോ എമൗണ്ട് ഓഫ് അഡ്വാൻസ് അതിൻ്റെ ആ ഒരു അക്കൗണ്ട് നമ്പര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ഡ്രോവൽ എന്നാണ് നമ്മൾ പൈസ പിൻവലിച്ചത്, പർപ്പസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് നമുക്കത് സേവ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അങ്ങനെയുള്ള കേസുകളിൽ തൊട്ട് താഴോട്ട് വന്ന് നോട്ട് അവെയിൽഡ് എനി ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. ഈ ഒരു വ്യക്തിയുടെ കേസിലും അഡ്വാൻസ് ഒന്നുമില്ല, പെൻഡിങ് ഇല്ല. അതുകൊണ്ട് നമ്മൾ തൊട്ട് താഴോട്ട് വന്ന് നോട്ട് അവെയിൽഡ് എനി ലോൺസ് ആൻഡ് അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അടുത്ത പേജിലോട്ട് പോകുകയാണ്. അടുത്ത പേജിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അഡീഷണൽ സർവീസാണ്. അതായത് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ സർവീസോ അതല്ലെങ്കിൽ നമ്മുടെ പെൻഷന് കണക്ക് കൂട്ടാത്ത സർവീസുകളോ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് മാതൃവകുപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള പെൻഷന് പരിഗണിക്കുന്ന അഡീഷണൽ സർവീസും പെൻഷന് പരിഗണിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന ശമ്പളരഹിത അവധിയും ഈ പേജിലാണ് നമ്മൾ ചേർക്കേണ്ടത്. റെഗുലർ സർവീസ്, കണ്ടിജൻസി സർവീസ്, റെഗുലറൈസ് ചെയ്യാത്ത സസ്പെൻഷൻ, അൺഓതറൈസ്ഡ് ആബ്സെൻസ് തുടങ്ങിയവയെല്ലാം ഈ ഒരു പേജിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ വിവരങ്ങളൊക്കെ നമുക്ക് കാണാം. മാതൃവകുപ്പിലെ നിയമന തീയതി, വിരമിക്കൽ തീയതി തുടങ്ങിയവ പേജിൻ്റെ മുകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം അഡീഷണൽ സർവീസ് ബാർ LWA എന്ന ആ ഒരു ഭാഗത്തുള്ള ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. ആ ഒരു ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സർവീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഓപ്ഷനുണ്ട്. നമ്മളുടെ കണ്ടിജൻസി സർവീസ്, റെഗുലർ സർവീസ്, ബാർ സർവീസ്, മിലിട്ടറി സർവീസ്, അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സർവീസുകളും, ഇനി അഥവാ നമ്മളെ പെൻഷന് യോഗ്യകാലമല്ലാത്ത ലീവ് വിത്തൗട്ട് അലവൻസ്, MCയിലല്ലാതുള്ള കാര്യങ്ങൾ, പിന്നീട് 1994 മുമ്പുള്ള എംപ്ലോയ്മെൻറ്റ് സർവീസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നീട് നമ്മളെ പാർട്ട് ടൈം സർവീസ്, ഇപ്പം നമ്മൾ പാർട്ട് ടൈം സർവീസിൽ നിന്ന് പിന്നീട് ഫുൾ ടൈം ആയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പാർട്ട് ടൈം സർവീസും നമ്മൾ ഈ ഒരു അഡീഷണൽ അഡീഷണൽ വഴിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയുള്ള സർവീസുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതുകൊണ്ട് ലീപ്പ് ഇയർ സർവീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു വ്യക്തിയുടെ കേസിൽ അങ്ങനെയൊന്നുമില്ല. ഈ വ്യക്തിക്ക് ആകെയുള്ളത് ലീവ് വിത്തൗട്ട് അലവൻസ് ആണ്. അതായത് പെൻഷന് പരിഗണിക്കാത്ത ലീവ് വിത്തൗട്ട് അലവൻസ് ഉണ്ട്. ആ ഒരു വിവരങ്ങൾ മാത്രമാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ആ ഒരു സർവീസ് എന്ന ഭാഗത്ത് നമ്മൾ ലീവ് വിത്തൗട്ട് അലവൻസ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ സെലക്ട് ചെയ്ത് ക്വാളിഫയിങ് ആണോ നോൺ ക്വാളിഫയിങ് ആണോ എന്ന് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് നോൺ ക്വാളിഫയിങ് ആയതുകൊണ്ട് നമ്മൾ നോൺ ക്വാളിഫയിങ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഇപ്പം നമ്മളുടെ 1994 മുമ്പുള്ള നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് സർവീസ് ആഡ് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ, അപ്പോൾ നമുക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ അത് ക്വാളിഫയിങ് എന്നായിരിക്കണം നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു വിവരങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിനുശേഷം പീരീഡ് ഫ്രം എന്ന് മുതലാണ് നമ്മളിവിടെ ലീവ് എടുത്തതെന്ന് എൻ്റർ ചെയ്യുന്നു. പീരീഡ് ടൂവും അതുപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ ഓർഡർ നമ്പർ എന്തെങ്കിലും നമുക്ക് അറിവുണ്ടെങ്കിൽ നമുക്കവിടെ എൻ്റർ ചെയ്യാം. അറിവില്ലെങ്കിൽ അത് കുഴപ്പമില്ല. ഇപ്പം ഈ വ്യക്തിയുടെ സ്പാർക്കിൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് ആ ഒരു ഓർഡർ നമ്പർ കിട്ടി. റിമാർക്സിലും ആ ഒരു ഓർഡർ നമ്പർ നമ്മൾ ചേർക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ എന്തെങ്കിലും കോപ്പി ഉണ്ടെങ്കിൽ നമുക്കവിടെ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതില്ല എങ്കിലും നിലവിൽ ഈ ഒരു കേസിൽ കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അങ്ങനെ സേവ് ചെയ്തു. വീണ്ടും ഈ വ്യക്തിക്ക് അടുത്തൊരു LWA കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സർവീസ്, അത് ലീവ് വിത്തൗട്ട് അലവൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ മുമ്പേ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തു. ക്വാളിഫയിങ് ആണെന്നുള്ളത് നോൺ ക്വാളിഫയിങ് സെലക്ട് ചെയ്ത്
ലീവിൻ്റെ പീരീഡ് നമ്മൾ ഫ്രം ഡേറ്റും ടു ഡേറ്റും അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സാങ്ഷൻ ഓർഡർ നമുക്കറിയാം അതും നമ്മൾ എൻ്റർ ചെയ്ത് ആ ഒരു റിമാർക്സ് കോളത്തിൽ നമ്മൾ ആ ഒരു സാങ്ഷൻ ഓർഡർ നമ്പർ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. അതും ചെയ്ത് നമ്മൾ ആ ഒരു സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു വിവരങ്ങൾ അവിടെ സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം മറ്റൊന്നും ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ 7ാമത്തെ പേജിലോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു ജനറൽ ഇൻഫോ എന്ന ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മളുടെ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് പെൻഷൻ, ഫാമിലി പെൻഷൻ റൂൾസ് എന്നതാണ്. അതിൽ നിന്നും നമ്മൾ KSR ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നേച്ചർ ഓഫ് പെൻഷൻ എന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ ഓർഡിനറി സർവീസ് പെൻഷനാണ് കൊടുക്കേണ്ടത്. ഇപ്പം എക്സ് ഗ്രേഷ്യ പെൻഷനുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അത് സെലക്ട് ചെയ്യുക. പാർട്ട് ടൈം ജീവനക്കാരാണെങ്കിൽ പാർട്ട് ടൈം പെൻഷൻ അവിടെ സെലക്ട് ചെയ്യുക. ഏതാണോ ആ ഒരു നേച്ചർ ഓഫ് പെൻഷൻ അത് ഉചിതമായത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ക്ലാസ് ഓഫ് പെൻഷൻ എന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ സൂപ്പറാന്വേഷൻ പെൻഷനാണ് ഈ ഒരു വ്യക്തിയുടെ കേസിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം VRS എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ VRS, ഇൻവാലിഡ് പെൻഷനുള്ള വ്യക്തിയാണെങ്കിൽ ഇൻവാലിഡ് പെൻഷൻ, അങ്ങനെ അതിന് ഉചിതമായ രീതിയിലാണ് നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് പെൻഷൻ എന്നുള്ളത് ഡിഫോൾട്ടായിട്ട് അവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം പേ റിവിഷൻ സ്റ്റാറ്റസ് എന്നത് നിലവിലെ പേ റിവിഷൻ ഏതാണോ അതാണ് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നിലവിൽ 2019 11 ശമ്പള പരിഷ്കരണമാണ്. ഇപ്പം അതിനുശേഷം ഇനി അടുത്ത ശമ്പള പരിഷ്കരണം വരുന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിലവിൽ 11 ശമ്പള പരിഷ്കരണമായതുകൊണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി തൊട്ട് വലതുവശത്തുള്ള സ്കെയിൽ ഓഫ് പേ എന്ന ആ ഒരു ഭാഗത്ത് ഈ ജീവനക്കാരൻ്റെ നിലവിലെ സ്കെയിൽ ഓഫ് പേ ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ആ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്നും സെലക്ട് ചെയ്ത് എടുക്കുക. ഈ ഒരു വ്യക്തിയുടെ കേസിൽ 59,300 1,20,900 ആണ്. അതിൻ്റെ ബ്രാക്കറ്റിൽ 11th കേരള 2019 കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് ഗസറ്റഡ് ആണോ നോൺ ഗസറ്റഡ് ആണോ എന്നുള്ളതാണ്. ഈ വ്യക്തി ഗസറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഗസറ്റഡ് സെലക്ട് ചെയ്യുന്നു. ഗസറ്റഡ് ജീവനക്കാരുടെ കേസിൽ ഗസറ്റഡ് എൻടൈറ്റിൽമെൻറ്റ് നമ്പർ നിർബന്ധമാണ്. ഗസറ്റഡ് എൻടൈറ്റിൽമെൻറ്റ് നമ്പർ നമുക്ക് അറിവില്ല എങ്കിൽ നമ്മളുടെ KSEB പോർട്ടലിൽ കയറി നമുക്ക് വന്ന ഏതെങ്കിലും ഒരു ലീവ് സ്ലിപ്പോ ഏതെങ്കിലും ഒരു സ്ലിപ്പ് എടുക്കുമ്പം അതിൻ്റെ മുകളിലായിട്ട് എൻടൈറ്റിൽമെൻറ്റ് നമ്പർ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് ജസ്റ്റ് ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതിയാകും. ഈ ഒരു വിവരങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചതിന് ശേഷം പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ അടുത്ത പേജിലോട്ട് പോകുന്നതാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ അവസാനത്തെ 10 മാസത്തെ വേതന വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. നമ്മളിപ്പം അപേക്ഷയിടുന്ന ഈ ഒരു ജീവനക്കാരി 31/5/2026 റിട്ടയർ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തിയുടെ അവസാനത്തെ 10 മാസത്തെ വേതന വിവരങ്ങൾ നമ്മൾ കണക്കാക്കുമ്പോൾ 1/8/2025 മുതലുള്ള വിവരങ്ങളാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ആ ഒരു ലാസ്റ്റ് 10 മന്ത്സ് ഇമോളുമെൻറ്റ്സ് എന്ന ഒരു ഭാഗത്തിൽ ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് പീരീഡ് ഫ്രം എന്നത് ഭാഗത്തത് 1/8/2025 എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതായത് ഈ വ്യക്തിയുടെ പേ എപ്പോൾ മാറുന്നോ ആ ഒരു ഡേറ്റിന് തൊട്ട് മുമ്പ് വെച്ച് നമ്മൾ ഈ ഒരു ഇത് ക്ലോസ് ചെയ്യണം. ഈ ഒരു വ്യക്തിയുടെ കേസിൽ 1/8/2025 നമ്മളവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം പീരീഡ് 2 എന്ന ആ ഒരു ഭാഗത്ത് ഈ ഒരു വ്യക്തിയുടെ പേയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തീയതിക്ക് തൊട്ട് മുമ്പത്തെ തീയതി വെച്ച് നമ്മൾ പീരീഡ് 2 കൊടുക്കേണ്ടതാണ്. അതായത് ഈ വ്യക്തിക്ക് ചിലപ്പം ഇൻക്രിമെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ പ്രമോഷൻ മൂലം ബേസിക് പേ മാറിയിട്ടുണ്ടെങ്കിലോ ഒക്കെ ആ ഒരു ഡേറ്റിന് മുമ്പ് വെച്ചാണ് നമ്മൾ മാറ്റേണ്ടത്. ഈ ഒരു വ്യക്തിയുടെയും നമ്മൾ അതിനനുസരിച്ച് ടു ഡേറ്റ് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്പർ ഓഫ് മന്ത്സും ഡേറ്റും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു ബേസിക് പേ എത്ര എന്നുള്ളത് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആ ഒരു ബേസിക് പേ 89,000 ആണോ അത് എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മൾ സേവ് കൊടുക്കുകയാണ്. ഈ വ്യക്തിയുടെ നമ്മളിപ്പോൾ ആ ഒരു ടു ഡേറ്റ് അടിച്ചൊരു ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരുത്തുകയാണ്. അപ്പോൾ നമ്മൾ അടിച്ച ഒരു എൻട്രി അവിടെ താഴെ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ആ ഒരു എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ടു ഡേറ്റ് 25/12/2025 എന്ന് നമ്മളാക്കുകയാണ്. എന്നിട്ട് നമ്മളത് സേവ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത എൻട്രി വീണ്ടും ഒരു ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് 26/12/2025 നമ്മളാക്കുകയാണ്. ഇവിടെ നമ്മൾ രണ്ടാമത്തെ എൻട്രി വരുത്തുന്നത് ഈ വ്യക്തിക്ക് പ്രമോഷൻ ലഭിച്ചത് മൂലം ബേസിക് പേയിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് 31/5/2026 വരെ
ഈ ഒരു ബേസിക് പേ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വ്യക്തിക്ക് ഇൻക്രിമെൻറ്റുകളോ മറ്റോ ഒന്നുമില്ല. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ 1 വർഷത്തിന് ആ ഒരു സമയം തൊട്ട് നമുക്ക് പെൻഷൻ അപേക്ഷ ഇടാമെന്ന് പറഞ്ഞു. ഇപ്പം ഈ ഒരു വ്യക്തിക്ക് അതിന് ശേഷമാണ് ഇൻക്രിമെൻറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്രിമെൻറ്റ് നമ്മളായിട്ട് തന്നെ കണക്ക് കൂട്ടി ഇവിടെ എൻറ്റർ ചെയ്താൽ മതിയാകും. അതിനനുസരിച്ച് പെൻഷൻ കാൽക്കുലേഷൻ നമുക്ക് വരുന്നതായിരിക്കും. അതല്ലാതെ നമുക്ക് ഇൻക്രിമെൻറ്റ് ഓർഡർ വന്നതിന് ശേഷം നമ്മൾ അപേക്ഷ ഇടാൻ വെയിറ്റ് ചെയ്യേണ്ടതില്ല. നമുക്ക് തന്നെ ആ ഒരു ഇൻക്രിമെൻറ്റ് എത്രാന്ന് വെച്ചാൽ നമുക്ക് കണക്ക് കൂട്ടി അതിനനുസരിച്ച് ഇവിടെ നമുക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് 31/5/2026 വരെ മറ്റ് പ്രമോഷനോ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ ഒരു ബേസിക് പേ തന്നെ നമ്മൾ കൊടുക്കുകയാണ് നിലവിൽ. അപ്പം 93,400 രൂപയാണ് ഈ വ്യക്തിയുടെ ബേസിക് പേ പ്രമോഷൻ മൂലമായത്. അത് നമ്മൾ എൻറ്റർ ചെയ്ത് നമ്മൾ സേവ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും അവസാന 10 മാസത്തെ നമ്മൾ ഈ വ്യക്തിയുടെ വേതന വിവരങ്ങൾ നമ്മൾ എൻറ്റർ ചെയ്തു. അതിനുശേഷം പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ അടുത്ത ഒരു പേജിലോട്ട് പോകുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പെൻഷൻ DCRG ഫാമിലി പെൻഷൻ വിവരങ്ങളാണ് നമ്മൾ ചേർക്കേണ്ടത്. ഏറ്റവും മുകളിൽ തന്നെ ഈ വ്യക്തിയുടെ ക്വാളിഫയിങ് സർവീസ് വന്നിട്ടുണ്ട്. 36 വർഷത്തെ ക്വാളിഫയിങ് സർവീസാണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ ആ ഒരു കോളത്തിൽ ലാസ്റ്റ് ബേസിക് പേ പ്ലസ് DA അതാണ് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഈ വ്യക്തിയുടെ ബേസിക് പേ നമ്മൾ പറഞ്ഞു 93,400 രൂപയാണ്. 93,400 രൂപയുടെ കൂടെ ആ നിലവിൽ ആ ഒരു ഈ വ്യക്തി അപേക്ഷ ഇടുന്ന സമയത്ത് 35% DA ഉള്ളത്. അപ്പം ആ ഒരു 35% DAയും കൂടെ കൂട്ടിയുള്ള തുകയാണ് നമ്മളിവിടെ എൻറ്റർ ചെയ്തേക്കുന്നത്. അതായത് 1,26,090 രൂപയാണ് നമ്മളവിടെ എൻറ്റർ ചെയ്തത്. അതിനുശേഷം ബേസിക് പേ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് റിട്ടയർ ചെയ്യുന്ന സമയത്ത് 31/5/2026 ഈ വ്യക്തിയുടെ ബേസിക് പേ 93,400 ആയിരിക്കും. ഈ വ്യക്തിക്ക് മറ്റ് ഇൻക്രിമെൻറ്റോ മറ്റ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നില്ല. അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ നമുക്കത് കൂട്ടി അവിടെ ആ ഒരു ഇൻക്രിമെൻറ്റും കൂടെ കൂട്ടി നമുക്ക് ആ ഒരു ബേസിക് പേ എൻറ്റർ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ ഒരു വ്യക്തി ഫെബ്രുവരി മാസത്തിലാണ് അപേക്ഷ ഇടുന്നത്. ഈ വ്യക്തിക്ക് ഏപ്രിൽ മാസം ഇൻക്രിമെൻറ്റ് ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ഇൻക്രിമെൻറ്റും കൂടെ കൂട്ടി നമുക്ക് ഈ ഒരു ബേസിക് പേയിൽ നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കുവാൻ കഴിയുന്നതാണ്. അതിനുശേഷം കമ്മ്യൂട്ടേഷൻ ഫാക്ടർ നമുക്ക് KSRലുണ്ട്. ഓരോ ഏജിൽ റിട്ടയർ ചെയ്യുന്നവർക്കുള്ള കമ്മ്യൂട്ടേഷൻ ഫാക്ടർ അത് എത്രയാണെന്നുള്ളതുണ്ട്. ഈ 56 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 11.10 നമ്മൾ കമ്മ്യൂട്ടേഷൻ ഫാക്ടർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഡിഡക്ഷൻ ഫ്രം DCRG എന്ന ഭാഗത്ത് നമുക്ക് ഒന്നും ഡിഡക്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് അവിടെ 0 കൊടുത്തു. അതിനുശേഷം 0 കൊടുത്തു. റീസൺ ഫോർ ഡിഡക്ഷനും നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അതിന് തൊട്ട് താഴെ എനി ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് എന്ന ഭാഗത്ത് ഇവിടെ ലയബിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നോ കൊടുക്കുകയാണ്. തൊട്ട് താഴ്ഭാഗത്തോട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ പ്രപ്പോസ്ഡ് പെൻഷൻ എന്ന ഭാഗത്ത് ആവറേജ് ഇമോളുമെൻറ്റ്സ് നമ്മളുടെ പെൻഷൻ റെഡ്യൂസ്ഡ് പെൻഷൻ അതായത് നമ്മൾ 40% കമ്മ്യൂട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് റെഡ്യൂസ്ഡ് പെൻഷൻ അതുപോലെ തന്നെ നമ്മളുടെ DCRG എത്രയാണ്, പ്രപ്പോസ്ഡ് ഫാമിലി പെൻഷൻ എത്രയാണ്, കമ്മ്യൂട്ടേഷൻ തുക എത്രയാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ താഴെ ലിസ്റ്റ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നതാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. അതിനുശേഷം തൊട്ട് താഴോട്ട് വന്ന് നമ്മൾ പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫൈനൽ ഇതാണ്. നമ്മൾ നേരെ വ്യൂ ഡ്രാഫ്റ്റ് ഈ പെൻഷൻ ബുക്ക് ക്ലിക്ക് ചെയ്യണം. അതല്ലാതെ അതിന് മുമ്പ് നമ്മൾ ആ ഒരു യെസ്സിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു ഡ്രാഫ്റ്റ് ബുക്ക് നമ്മൾ വ്യൂ ചെയ്ത് എല്ലാ വിവരങ്ങളും കൃത്യമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പോയി തിരുത്തുക. ഈ ഒരു വ്യക്തിയുടെ ഡ്രാഫ്റ്റ് പെൻഷൻ ബുക്ക് പരിശോധിച്ചതിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ തൊട്ട് താഴെയുള്ള യെസ്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. അപ്പോഴത്തേക്ക് ഒരു മെസ്സേജ് വരുന്ന റീഡ് ദ ഡിക്ലറേഷൻ ആൻഡ് ക്ലിക്ക് ദ ചെക്ക് ബോക്സ് ഓൺ ലെഫ്റ്റ് സൈഡ് എന്നുള്ളതാണ്. അത് നമ്മൾ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. അപ്പോഴത്തേക്ക് ആ ഒരു ഡിക്ലറേഷൻ വന്നു. ആ ഒരു ഡിക്ലറേഷൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് തൊട്ട് താഴോട്ട് വന്ന് നമ്മൾ ആർക്കാണോ ഇത് അയക്കുന്നത്, റിസീവിംഗ് അതോറിറ്റിക്കാണ് അയക്കുന്നത്, റിസീവിംഗ് അതോറിറ്റിയെ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റും അവിടുന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ഓഫീസിലോട്ടാണ് അയക്കുന്നത് അത് നമ്മൾ ഇവിടുന്ന് നോക്കി സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ വ്യക്തിയുടേത് അത് കണക്ക് നമ്മൾ നോക്കി ഈ വ്യക്തിയുടെ റിസീവിംഗ് അതോറിറ്റി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തൊട്ട് താഴെയുള്ള സൈൻ എന്ന ആ ഒരു ചെക്ക് ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ആർക്കാണ് അയക്കുന്നതെന്നുള്ള ഒരു വിവരം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് നമ്മൾ ഈ വ്യക്തിയുടെ മൊബൈൽ ഫോണിലോട്ട് അതായത് പെൻഷൻ അയക്കുന്ന
ജീവനക്കാരുടെ മൊബൈൽ ഫോണിലോട്ട് ഇപ്പോൾ ഒരു ഒ.ടി.പി വന്നിട്ടുണ്ടാകും. ആ ഒരു ഒ.ടി.പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഒ.ടി.പി നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് താഴ്ഭാഗത്തുള്ള ആ ഒരു സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതോടുകൂടി ഈ ഒരു പെൻഷൻ അപേക്ഷ സബ്മിറ്റ് ആകുന്നതാണ്. ചില സമയങ്ങളിൽ അപേക്ഷ സബ്മിറ്റായി എന്നൊരു മെസ്സേജൊന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇങ്ങനൊരു ബ്ലാങ്ക് പേജ് ആയിരിക്കും ചിലപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇത് അപേക്ഷ സബ്മിറ്റായി നോക്കാൻ ജസ്റ്റ് നമ്മളൊന്ന് ഡാഷ്ബോർഡിൽ പോവുക. ഡാഷ്ബോർഡിൽ പോയി അവിടെ വേറെ ഒന്നും കാര്യങ്ങളും ഇല്ല. അതിനുശേഷം ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, പ്രോസസ്സിംഗിൽ ക്ലിക്ക് ചെയ്തപ്പോഴും അവിടെയും നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇനി സെൻഡ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ആ ഒരു സെൻഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണ്. സെൻഡിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു അപേക്ഷ സെൻഡായതായിട്ട് അവിടെ കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ അതിനുശേഷം നമുക്ക് ആ ഒരു വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു പെൻഷൻ ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇട്ട അപേക്ഷ നമുക്ക് സെൻഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു പ്രിസം പോർട്ടലിൽ വന്നിട്ട് ആ ഒരു ഹോം പേജിൽ വന്നിട്ട് ആ ഒരു സ്റ്റാറ്റസ് എന്ന ഭാഗത്ത് ആപ്ലിക്കേഷൻ എന്ന് കിടക്കുന്നതിൽ ക്ലിക്ക് ചെയ്ത് ഏത് ജീവനക്കാരെയാണോ അപേക്ഷയിട്ടത് ആ ഒരു ജീവനക്കാരുടെ അവിടെ എൻ്റർ ചെയ്ത് നമുക്ക് സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാലും ഈ ഒരു വിവരങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയുന്നതായിരിക്കും. നമ്മളുടെ നെയിം, അതിനുശേഷം ആരെയിലാണ് കറൻറ്റ്ലി ഇപ്പോൾ അത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റിലാണ്, എച്ച്ഒയുടെ ഇതിലാണ്, അതായത് റിസീവിങ് അതോറിറ്റിയുടെ കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കി കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഒരു മാസത്തിന് ശേഷം നോക്കിയപ്പോഴത്തേക്കും അത് എ.ജിയിൽ നിന്നും ഓതറൈസ് ആയി എന്നുള്ളൊരു മെസ്സേജ് വന്നു. നമ്മളുടെ എ.ജിയിൽ നിന്നും ഓതറൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പെൻഷൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ കൊടുത്ത മെയിലിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആ ഒരു ഡേറ്റിലുള്ള മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് 30-ാം തീയതിയാണ് പെൻഷൻ ഓതറൈസ് ആയത്. ആ ഒരു 30-ാം തീയതിയിൽ മെയിൽ പരിശോധിച്ചതിൽ ആ ഒരു ഇത് KSEMB.AG കേരള എന്ന ഒരു മെയിലിൽ നിന്നും ഒരു പെൻഷൻ ഓതറൈസേഷനും അതുപോലെ തന്നെ DCRGയുടെയൊക്കെ ഓതറൈസേഷൻ, കമ്മ്യൂട്ടേഷൻ്റെ ഓതറൈസേഷനൊക്കെ നമുക്ക് ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളെ ഈ ഒരു പെൻഷൻ അപേക്ഷ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൂ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിട്ടയർ ചെയ്യുന്നതിന് മുന്നോടിയായി 1 വർഷത്തിന് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പെൻഷൻ അപേക്ഷ ഇടാൻ കഴിയും. കഴിവതും 6 മാസം ആവുമ്പോൾ തന്നെ നമ്മൾ പെൻഷൻ അപേക്ഷ ഇടുക. കൃത്യം 1 മാസം കൊണ്ട് തന്നെ ഈ ഒരു അപേക്ഷയൊക്കെ എ.ജിയിൽ നിന്നും അംഗീകാരം ലഭിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സമയബന്ധിതമായി തന്നെ പെൻഷൻ അപേക്ഷയിട്ട് റിട്ടയറായി തൊട്ടടുത്ത ദിവസം തന്നെ പെൻഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രിസം മുഖേന പെൻഷൻ അപേക്ഷ ഇടുന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി.